ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്താകെ പ്രതിഷേധമിരമ്പുകയാണ്. വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് BJP മാർച്ചുകളിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട്ട് പ്രതിഷേധം അക്രമാസക്തമായി. അങ്കമാലിയിൽ മന്ത്രി VN വാസവനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. വിവരങ്ങളുമായി അരുൺ സോളമനും ഇക്ബാൽ അറക്കലുമുണ്ട്. ആദ്യം അരുൺ സോളമനിലേക്ക്. അരുൺ, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അതോടൊപ്പം BJPയും പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോഴും പ്രതിഷേധ പരിപാടികൾ തുടരുന്നു. തലസ്ഥാനത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ടോ അരുൺ? സ്മൃതി, ഏറെക്കുറെ ഇന്നിപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ബിന്ദുവിൻ്റെ മരണത്തിന് പിന്നാലെ തലസ്ഥാനത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും KSUവിൻ്റെയും ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധ സമരങ്ങളും മാർച്ചുകളുമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഇന്നിപ്പോൾ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. വലിയ തോതിൽ പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് 12 മണിയോടുകൂടി ഈ മാർച്ച് ആരംഭിച്ചത്. എന്തായാലും വലിയ പോലീസ് സന്നാഹം ഈ ഔദ്യോഗിക വസതിക്ക് മുൻപ് ബാരിക്കേഡുകൾ ഉറപ്പിച്ചുകൊണ്ട് തന്നെ പ്രവർത്തകരെ തടയുന്ന ഒരു കാഴ്ചകളാണ് കണ്ടത്. അതിന് പിന്നാലെ തൊട്ടടുത്തുള്ള മൈതാനത്തെ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. ഈ ഭാഗത്തുകൂടി കുറച്ച് വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും മതിലിനുള്ളിലേക്ക് ചാടിയിറങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. ചാടിയിറങ്ങിയതിനു ശേഷം 5 വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വലിയ തോതിലുള്ള പ്രവർത്തകർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ 2 വാനുകളിലായി എത്തിയിട്ടുള്ള വരനിലെ ഒരു വാനുള്ള വെള്ളം മുഴുവനും തീർന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഏകദേശം 1-1.5 മണിക്കൂറോളം ഈ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നും പ്രതിഷേധിച്ചിരുന്നു. എന്തായാലും ഈ പ്രതിഷേധം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് സർക്കാരിനെതിരെ വീണ് കിട്ടിയ ഒരു ആയുധം, അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. കാരണം ഈ മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയാ ഉപകരണ ക്ഷാമത്തിന് പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ കെട്ടിടം വീണ് വീട്ടമ്മ മരിക്കുന്ന ഒരു അതിദാരുണ സംഭവം ഉണ്ടാകുന്നത്. അത് കോൺഗ്രസ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുതലെടുക്കുന്നുണ്ട്, ഈ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ. പക്ഷേ അപ്പോഴും വീണ ജോർജ് ഇന്നലെ മുഴുവനും ഓഫീസിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പ്രതിഷേധ മാർച്ചുകൾ തലസ്ഥാനത്ത് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ അവർ പത്തനംതിട്ടയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം പോലും മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ പോലും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. പകരം സ്ഥലം MLA VN വാസവനാണ് അവിടെ എത്തിയത്. മന്ത്രി കൂടിയാണ് അദ്ദേഹം. മറ്റൊന്ന്, ഇന്നിപ്പോൾ മന്ത്രി ബിന്ദുവിൻ്റെ വീട് സന്ദർശിച്ചേക്കും എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധകർ കരിങ്കൊടി കാട്ടി മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരുന്ന വെള്ളിയാഴ്ചയാണ് ക്യാബിനറ്റ് കൂടുക. അന്നായിരിക്കും ബിന്ദുവിന് ധനസഹായം സംബന്ധിച്ച് എന്താണ് നൽകാൻ കഴിയുക എന്ന് സർക്കാർ പ്രഖ്യാപിക്കുക. നിലവിൽ കോട്ടയം കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഇപ്പോൾ റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. നേരത്തെ മന്ത്രി VN വാസവൻ പെൺകുട്ടിയുടെ ചികിത്സ ഒക്കെ ഏറ്റെടുക്കുമെന്നുള്ള ഉറപ്പൊക്കെ നൽകിയിരിക്കുന്നു. കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്നുള്ള ഉറപ്പ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും പ്രതിഷേധമോ അല്ലെങ്കിൽ വിമർശനങ്ങളോ അവസാനിക്കുന്നില്ല. കാരണം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പലതും ഇത്തരത്തിൽ അപകട ഭീഷണിയുള്ള പല കെട്ടിടങ്ങളും നിലനിൽക്കുന്ന കാര്യം ഇന്ന് രാവിലെ റിപ്പോർട്ടർ ലൈവ് തോണിലൂടെ പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ പ്രശ്നമല്ല. എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ പല കെട്ടിടങ്ങളും ആ സ്ഥലത്തിന്റെ പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും വാങ്ങാതെയാണ് പല പുതിയ ബ്ലോക്കുകൾ പോലും കെട്ടിട നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരംഭിക്കും.